ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് സിമ്പിൾ ഹാൻഡ് എംബ്രോയ്ഡറി ഓൾ ഓവർ ഡിസൈനാണ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കുർത്തിയുടെ ഒരു പാറ്റേൺ. നമ്മുടെ ആലിയ കട്ട് കുർത്തിയിലെ ആ ഒരു പാറ്റേണിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതേപോലെ നെക്ക് വരയ്ക്കുക, എന്നിട്ട് ഷോൾഡറിൻ്റെ ഇവിടുന്ന് താഴേക്ക് ഒരു 15 ഇഞ്ചസ് എടുക്കുക. ഈ ഒരു പോർഷനിലേക്ക് 15 ഇഞ്ചസ് എടുക്കുക. ഈ 15 എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് ഏകദേശം വരും കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടൊരു 5 ഇഞ്ച് എടുത്തിട്ട് വേണം ഇതേപോലെ ഒരു വി കട്ട് എന്ന് വെച്ചാൽ ഈ ഒരു ഷേപ്പില്ലേ ആ ഷേപ്പ് വരയ്ക്കാനായിട്ട്. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ ഓൾ ഓവറായിട്ടായിരിക്കും നമ്മുടെ ഡിസൈൻ വരിക. ആദ്യം നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റെമ്മിലാണ്. അപ്പോൾ ഓരോരോ കട്ട് ബീഡ്സ് ആയിട്ടാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആ മെത്തേഡിലാണ് കേട്ടോ ബീഡ്സ് വെക്കുന്നത്. ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന നീഡിൽ നമ്പർ 12 ആണ്. അപ്പോൾ ചെറിയ ബീഡ്സ് ആണെങ്കിലും നമ്മുടെ ബീഡ്സിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ നീഡിൽ നമ്പർ 12 യൂസ് ചെയ്യണം. നമ്മളിപ്പോൾ ബീഡ്സ് വെച്ച് അതേ രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങോട്ടുള്ള ബ്രാഞ്ചസിലെ അവിടെയും കൂടെ ഇതേപോലെ ബീഡ്സ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ലീവ്സാണ് ചെയ്യുന്നത്. അപ്പം ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ഒരു 3-4 ബീഡ്സ് ഇതേപോലെ വെച്ചിട്ട് ചെരിച്ച് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു 3 പെയർ അല്ലെങ്കിൽ 4 പെയർ വെച്ച് കഴിയുമ്പോൾ അതൊരു ലീഫിൻ്റെ ഷേപ്പിലേക്കാകും. ഈ ബ്രാഞ്ചസിലുള്ള ലീവ്സ് വരുമ്പം 2 കട്ട് ബീഡ്സാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയ ചെറിയ ലീവ്സ് ആണല്ലോ വരുന്നത്, അതുകൊണ്ടാണ് 2 കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ലീഫ് വന്നപ്പോൾ ഞാനിവിടെ 3 കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ റൗണ്ടിനുള്ളിൽ ഫ്ലവേഴ്സാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ഒരു കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഇതേപോലെ നീഡിലെടുത്തിട്ട് ഒരു 5-6 ബീഡ്സ് നമ്മൾ ഒന്നിച്ച് നീഡിലേക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ലാസ്റ്റ് ബീഡില്ലേ അതിൻ്റെ ഉള്ളിലൂടെ നീഡിലൊന്ന് കടത്തി കഴിയുമ്പം അതൊരു വളഞ്ഞു വരുമ്പോൾ നമുക്കതൊരു റൗണ്ട് ഷേപ്പിലേക്കാണ് വരുന്നത്. ഇനി നമുക്കതൊന്ന് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്തൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നീഡിൽ ഇതുപോലെ ഒന്ന് എടുക്കുക, എന്നിട്ട് നമുക്കതിൻ്റെ ചുറ്റും പെറ്റൽസും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ കട്ട് ബീഡ്സ് ഈ ഒരു ഷേപ്പിൽ എന്ന് വെച്ചാൽ ചെരിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു പെറ്റൽ ഷേപ്പിലേക്ക് ആകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ വരുന്നത്. അടുക്കൊരു റൗണ്ട് ഉണ്ട്, അത് കഴിഞ്ഞതിന് ചുറ്റും ഇതേപോലെ പെറ്റൽസ്.
യോക്കിൻ്റെ പോർഷനിൽ ഇതുപോലെ നമ്മൾ ഒരു 5 ഫ്ലവർ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ കുറച്ച് സ്പേസ് ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് വരുമില്ലേ, അവിടെ നമ്മൾ ബീഡ്സ് സ്കാറ്റർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.